UDF നേതൃത്വത്തിൽ കഴിഞ്ഞ 25-ാം തീയതി ആരംഭിച്ച മലയോര സമരയാത്ര ഇന്നലെ തിരുവനന്തപുരം ജില്ലയിലെ അമ്പൂരിയിൽ അവസാനിപ്പിച്ചു. ഈ ജാഥയിലുടനീളം മലയോരത്തെ ജനങ്ങളുടെ സങ്കടങ്ങളും അവരുടെ പ്രയാസങ്ങളും ദുഃഖങ്ങളും കൂടുതൽ മനസ്സിലാക്കാൻ സാധിച്ചു. മലയോര ജനത വലിയ ഭീതിയിലാണ്, വലിയ ഉത്കണ്ഠയിലാണ്. കാർഷിക മേഖല മുഴുവൻ തകർന്നു. വന്യജീവി ആക്രമണം കൊണ്ടും ഭൂമി പ്രശ്നങ്ങൾ കൊണ്ടും ദുരിതത്തിൽ കഴിയുകയാണ്. അപ്പോൾ സർക്കാർ അടിയന്തരമായ ചില നടപടികൾ സ്വീകരിക്കും. ഞങ്ങൾ ഈ ജാഥ കഴിഞ്ഞ് സർക്കാരിന് വളരെ വിശദമായിട്ടുള്ള ആവശ്യങ്ങൾ ഉന്നയിച്ചുകൊണ്ടുള്ള കത്ത് കൊടുക്കുന്നുണ്ട് മുഖ്യമന്ത്രി. പരമ്പരാഗതമായ രീതിയിൽ ചെയ്യുന്ന കാര്യങ്ങൾ വന്യജീവി ആക്രമണത്തെ തടയാൻ അതിനാവശ്യമായ പണം ബജറ്റിൽ അനുവദിക്കണം എന്നാണ് ഞങ്ങളുടെ ഒന്നാമത്തെ ഡിമാൻഡ്. കഴിഞ്ഞ 4 വർഷമായി 1 രൂപ പോലും ചെലവഴിച്ചിട്ടില്ല. കോടിക്കണക്കിന് രൂപയുടെ ആവശ്യം അനാതിർത്തിയിലുണ്ട്. വന്യജീവി ആക്രമണങ്ങളിൽ നിന്ന് ജനങ്ങളെ രക്ഷപ്പെടുത്താൻ ആവശ്യമായ തുക ബജറ്റിൽ അനുവദിച്ച് അത് ചെലവഴിക്കണം. 2, മറ്റു രാജ്യങ്ങൾ ചെയ്യുന്നത് പോലെ, മറ്റ് സംസ്ഥാനങ്ങൾ ചെയ്യുന്നത് പോലെ ആധുനികമായ സങ്കേതങ്ങൾ ഉപയോഗിച്ചുകൊണ്ട് വന്യജീവി ആക്രമണത്തെ നേരിടാനുള്ള മാർഗങ്ങൾ ഗൗരവതരമായി ആലോചിക്കണം. ഭൂമി ബഫർ സോണിന്റെ വിഷയത്തിൽ പെട്ടെന്ന് പരിഹാരമുണ്ടാക്കണം. ഭൂമി പ്രശ്നങ്ങൾ, പട്ടയ പ്രശ്നങ്ങളുടെ കാര്യത്തിൽ തീരുമാനങ്ങളെടുക്കണം. ഇത്തരം കാര്യങ്ങളിൽ തീരുമാനം എടുത്താൽ മാത്രമാണ് മലയോരത്തെ ജനങ്ങളുടെ പ്രശ്നങ്ങൾക്ക് പരിഹാരമുണ്ടാകാൻ കഴിയുകയുള്ളൂ. ഇത് സംബന്ധിച്ച വിശദമായ നിവേദനം ഉടൻ തന്നെ ഗവൺമെന്റിന് സമർപ്പിക്കും. 2, കേരളത്തിൽ അപ്രഖ്യാപിതമായ നിയമന നിരോധനമാണ് ഒരു വശത്ത്. മറുഭാഗത്ത് പിൻവാതിൽ നിയമനങ്ങൾ തകൃതിയായി നടക്കുകയാണ്. അർഹതപ്പെട്ടവർക്ക് സർക്കാർ ജോലിയില്ല. ഫസ്റ്റ് റാങ്ക് കിട്ടിയവർക്ക് പോലും PSC പരീക്ഷയിൽ ജോലി കിട്ടാത്ത ലിസ്റ്റാണ്. പക്ഷേ CPM ബന്ധമുള്ളവർക്ക് പിൻവാതിൽ നിയമനങ്ങൾ കൊടുക്കുകയാണ്. ഇപ്പോൾ ബോഡി ബിൽഡിംഗ് താരങ്ങൾക്ക് പോലീസിൽ ഇൻസ്പെക്ടറായി ജോലി നൽകാനുള്ള തീരുമാനം മുഴുവൻ നിയമങ്ങളെയും അട്ടിമറിച്ചുകൊണ്ടാണ്. ആംഡ് ബറ്റാലിയൻ ഇൻസ്പെക്ടർമാരായി കായിക താരങ്ങളെ നിയമിക്കരുത് എന്നുള്ള സർക്കാർ ഉത്തരവ് മറികടന്നുകൊണ്ടാണ് 2 പേർക്ക് ഇപ്പോൾ നിയമിച്ചിരിക്കുന്നത്. സംസ്ഥാനത്തെ നിയമപ്രകാരം ബോഡി ബിൽഡിങ്ങിന് സ്പോർട്സ് കോട്ട നിയമനത്തിന് അർഹമായ കായിക ഇനമായി ഇതുവരെ അംഗീകരിച്ചിട്ടില്ല. പോലീസ് നിയമനത്തിന് വേണ്ട കായികശേഷി പരീക്ഷ പോലും ഇവർക്ക് വേണ്ടി ഒഴിവാക്കി കൊടുത്തു. ഫുട്ബോൾ താരങ്ങൾ പോലും, അംഗീകൃത ഇനമായ ഫുട്ബോൾ താരങ്ങൾ പോലും ജോലി കിട്ടാതെ നിൽക്കുമ്പോഴാണ് ഇവർക്ക് ഈ ജോലി കൊടുത്തിരിക്കുന്നത്. ഒളിമ്പ്യനും അർജുന അവാർഡ് ജേതാവുമായ ശ്രീശങ്കറിനെ പരിഗണിക്കണമെന്നുള്ള DGPയുടെ ശുപാർശ പോലും തള്ളിക്കൊണ്ടാണ് ഈ കാറ്റഗറിയിൽപ്പെടാത്ത, ഒരു കാരണവശാലും നിയമനം കിട്ടാൻ പാടില്ലാത്ത പാർട്ടിക്കാർക്ക് കൊടുത്തിരിക്കുന്നത്. അർഹരായ ഉദ്യോഗസ്ഥരുടെ കണ്ണീരിൽ ചവിട്ടിയാണ് ഈ നിയമനം നടത്തിയിരിക്കുന്നത്. ഇതിനെ രാഷ്ട്രീയമായും നിയമപരമായും ഈ നീക്കത്തെ ഞങ്ങൾ നേരിടും. ഇത് CPM ബന്ധുക്കൾക്ക് സർക്കാർ ജോലി തരപ്പെടുത്തി കൊടുക്കാനുള്ള സംവിധാനം അല്ല. ഇത് CPM പാർട്ടി താല്പര്യമുള്ളവർക്ക് ജോലി കൊടുത്തുകൊണ്ട് ബാക്കിയുള്ളവർക്ക് നീതി നിഷേധിക്കുന്ന ഇതിനെ ഞങ്ങൾ അതിശക്തിയായിട്ട് എതിർക്കുക തന്നെ ചെയ്യും. പിന്നെ ബ്രൂവറി പ്രശ്നത്തിൽ ഞങ്ങൾ ഉന്നയിച്ച കാതലായ ഒരു ചോദ്യത്തിൽ മന്ത്രി ഉത്തരം പറഞ്ഞിട്ടില്ല. മന്ത്രി പറഞ്ഞത് മുഴുവൻ പച്ചക്കള്ളമായിരുന്നു എന്ന് വളരെ വ്യക്തമാണ്. എന്താണ് അദ്ദേഹം പറഞ്ഞത്? അദ്ദേഹം പറഞ്ഞത് 2023 നവംബർ 30-ന് ഒയാസിസ് കമ്പനി സർക്കാരിന് ഒരു അപേക്ഷ നൽകി. ആ അപേക്ഷയുടെ അടിസ്ഥാനത്തിലാണ് ഇതെല്ലാം ചെയ്തത്. പക്ഷേ 2023 ജൂൺ 16-ന് തന്നെ ഒരു വാട്ടർ അതോറിറ്റിക്ക് സർക്കാരിന്റെ ഇൻവിറ്റേഷൻ ഞങ്ങൾക്കുണ്ട്, ക്ഷണമുണ്ട് എന്ന് പറഞ്ഞാണ് വാട്ടർ അതോറിറ്റിക്ക് ഇവർ കത്ത് കൊടുത്തത്. 2022-ൽ തന്നെ ഇവർ സ്ഥലം അവിടെ വാങ്ങിച്ചിട്ടുണ്ട്. ഇവർ സ്ഥലം വാങ്ങിച്ചതിന് ശേഷം അവരുമായി ധാരണ ഉണ്ടാക്കിയതിന് ശേഷമാണ് യഥാർത്ഥത്തിൽ മദ്യനയം തന്നെ മാറ്റിയത്. ഇവർക്ക് വേണ്ടി മദ്യനിർമ്മാണശാല തുടങ്ങാൻ. നിങ്ങൾ ആ ഡേറ്റ് നോക്കിയാൽ മനസ്സിലാവും. മദ്യനയം മാറിയിരിക്കുന്നത് അവര് എലപ്പുള്ളിയിൽ സ്ഥലം മേടിച്ചതിന് ശേഷമാണ്. അതിനു മുമ്പ് മദ്യനയം മാറുന്നതിന് മുമ്പ് തന്നെ അവർക്ക് ക്ഷണം കൊടുത്തിട്ടുണ്ട് ഇവിടെ വന്ന് മദ്യനിർമ്മാണശാല തുടങ്ങാൻ വേണ്ടിയിട്ട്. എന്നിട്ട് ഞങ്ങൾ ചോദിച്ചല്ലോ, ഈ മദ്യനിർമ്മാണശാല തുടങ്ങാൻ പോകുന്നത് കേരളത്തിലെ ഒരു ഡിസ്റ്റിലറി അറിഞ്ഞില്ല, പാലക്കാട് ജില്ലയിലെ ഒരു ഡിസ്റ്റിലറി അറിഞ്ഞില്ല, മധ്യപ്രദേശിൽ പ്രവർത്തിക്കുന്ന, പഞ്ചാബിൽ പ്രവർത്തിക്കുന്ന ഈ കമ്പനി മാത്രം അറിഞ്ഞു. അവർ കൊണ്ടുവന്ന് എക്സൈസ് സർക്കിൾ ഇൻസ്പെക്ടർക്ക് അപേക്ഷ കൊടുത്തു എന്നാണ് പറയുന്നത്. അപേക്ഷ അല്ലായിരുന്നു,
സർക്കാരിൻ്റെ ഇൻവിറ്റേഷൻ ആയിരുന്നു വന്നത് തുടങ്ങാൻ എന്ന് അവർ വാട്ടർ അതോറിറ്റിക്ക് കൊടുത്ത കത്ത് ഞാൻ കഴിഞ്ഞ ദിവസം പ്രസിദ്ധീകരിച്ചതിൽ പറഞ്ഞു. പിന്നെ ഒരു പച്ചക്കള്ളം കൂടി പറഞ്ഞു. കേന്ദ്ര ഗവൺമെന്റും IOC അംഗീകരിച്ച ലിസ്റ്റിൽപ്പെട്ടവരാണ് ഇവർ, അതുകൊണ്ടാണ് ഇവർക്ക് ഈ അംഗീകാരം കൊടുത്തത് എന്ന് പറഞ്ഞു. യഥാർത്ഥത്തിൽ IOCക്ക് ടെൻഡറിൽ പങ്കെടുക്കാൻ വേണ്ടിയിട്ടാണ് വാട്ടർ അതോറിറ്റിയുടെ കത്ത് മേടിച്ചത്. അപ്പം തന്നെ സർക്കാരിന്റെ ക്ഷണം ഉണ്ടെന്ന് പറഞ്ഞു. എന്നിട്ടാണ് പിന്നെ IOC ഇവരെ അംഗീകരിച്ചത്. അപ്പോൾ വാട്ടർ അതോറിറ്റിയുടെ കത്ത് മേടിക്കുമ്പോൾ IOCയുടെ അംഗീകാരമില്ല. അതായത് ഇവർ വന്ന് മദ്യനിർമ്മാണശാല ഇവിടെ തുടങ്ങാൻ ആ കമ്പനിക്ക് ക്ഷണം കൊടുക്കുമ്പോൾ IOCയോ കേന്ദ്ര ഗവൺമെന്റോ ഈ കമ്പനിയെ അംഗീകരിച്ചിട്ടില്ല. കേരളത്തിലെ വാട്ടർ അതോറിറ്റിയുടെ കത്ത് കൂടി മേടിച്ചിട്ടാണ് ഇത് കൊടുക്കുന്നത്. വാട്ടർ അതോറിറ്റിക്ക് കൊടുത്ത കത്ത് പാവപ്പെട്ടവൻ വല്ല കണക്ഷൻ കൊടുക്കാൻ വേണ്ടി കൊടുത്ത 1.5 കൊല്ലം അവിടെ വയ്ക്കും. ഇത് അന്ന് തന്നെ കൊടുക്കാണ് അനുമതി. ഇവരുടെ അപേക്ഷയിൽ എത്ര MLD വെള്ളം വേണമെന്ന് പോലുമില്ല, എത്ര റിക്വയർമെന്റ്, എത്ര ലിറ്റർ വെള്ളം വേണം എന്ന് പോലും അപേക്ഷയിൽ കൊടുക്കാത്ത അപേക്ഷയ്ക്ക് ആവശ്യമായ വെള്ളം കൊടുക്കാം എന്ന് പറഞ്ഞുകൊണ്ട് അന്ന് തന്നെ ഇവർക്ക് അനുമതി കൊടുക്കുകയാണ്. അപ്പൊ ഇതിന്റെ എല്ലാ സീക്വൻസും നമുക്ക് എല്ലാവർക്കും അറിയാം. ഇതെല്ലാം മന്ത്രി പടുത്തുയർത്തിയത് നുണയുടെ ചീട്ടുകൊട്ടാരമാണ്. അത് ഓരോന്നായി തകർന്നു വീണു. ഇവരെ പ്രത്യേകമായി ക്ഷണിച്ചുകൊണ്ടുവന്ന ഇവരുമായിട്ടുള്ള ഡീലാണ് യഥാർത്ഥത്തിൽ ഈ ബ്രൂവറി ആയിട്ട് നടന്നിരിക്കുന്നത്. നമ്മളതൊരു പൊളിറ്റിക്കൽ ജാഥയായിട്ടല്ല നടത്തിയത്. ഞങ്ങൾ കഴിഞ്ഞ 3.5 വർഷക്കാലം കേരളത്തിന്റെ നിയമസഭയിൽ ഏറ്റവും കൂടുതൽ കൊണ്ടുവന്നിരിക്കുന്നത് മലയോരത്തെ ജനങ്ങളുടെ പ്രശ്നങ്ങളും തീരപ്രദേശത്തെ ജനങ്ങളുടെ പ്രശ്നങ്ങളും. കാരണം വല്ലാത്ത പൊസിഷനിലാണ് ഈ 2 മേഖലയിലും. അപ്പം നിരന്തരമായി ഞങ്ങൾ 6 അടിയന്തര പ്രമേയങ്ങൾ ഞങ്ങൾ നിയമസഭയിൽ മലയോരത്തെ വിഷയങ്ങൾ അവതരിപ്പിച്ചിട്ടുണ്ട്. നിരവധി ശ്രദ്ധ ക്ഷണിക്കൽ പ്രമേയങ്ങൾ, സബ്മിഷനുകൾ, പ്രസംഗങ്ങൾ. പക്ഷെ ഒരു തീരുമാനവും ഉണ്ടായിട്ടില്ല. നിങ്ങൾക്കറിയില്ല, നിസ്സംഗമായ മറുപടിയാണ്. 4 കൊല്ലമായിട്ട് ഒരു പ്രതിരോധ സംവിധാനത്തിന് 1 രൂപ പോലും സർക്കാർ ചെലവഴിച്ചിട്ടില്ല. അപ്പോൾ മാത്രമല്ല, വന്യജീവി ആക്രമണങ്ങൾ വർദ്ധിച്ചു വരുന്നു. ഞങ്ങളെ ഞെട്ടിച്ചത് ഗവർണറെ കൊണ്ട് എഴുതി വെപ്പിച്ചേക്കാണ് വന്യജീവി ആക്രമണം കുറഞ്ഞു വരികയാണെന്ന്. കേരളത്തിൽ 60,000-ത്തിലധികം വന്യജീവി ആക്രമണങ്ങളാണ് നടന്നത്. 1000-ത്തിലധികം പേര് മരിച്ചു കഴിഞ്ഞു. 8,000-ത്തിലധികം പേർ പരിക്കുപറ്റി കിടക്കുന്നു. കോടിക്കണക്കിന് രൂപയുടെ കൃഷിനാശം. പിന്നെ ഈ ഇടുക്കിയിൽ പല സ്ഥലങ്ങളിലും പല ജില്ലകളിലും രൂക്ഷമായ ഭൂമി പ്രശ്നങ്ങൾ. ഇടുക്കിയിലൊക്കെ ഏലത്തോട്ടം ഇതുവരെ റവന്യൂ ഭൂമിയായിരുന്നത് വനഭൂമിയാക്കാൻ പോവാണ്. 2,15,000 ഏക്കർ സ്ഥലം മനുഷ്യരും കൊണ്ട് വീണ്ടും വനം നോട്ടിഫൈ ചെയ്യാണ്. മനുഷ്യ ജീവിക്കണ്ടേ? ജീവിക്കാൻ പറ്റാത്ത സാഹചര്യം, ഭീതി, ഇൻസെക്യൂരിറ്റി എല്ലാം. അതുകൊണ്ട് ഒന്നുകൂടി അത് കേരളത്തിന്റെ ഫോക്കസ് ആ വിഷയം കൊണ്ടുവരികയും അത് പരിഹരിക്കാനുള്ള നടപടികൾ. ഇപ്പോൾ നിർദ്ദിഷ്ട വനനിയമം പിൻവലിക്കണമെന്നായിരുന്നു ഒന്നാമത്തെ ഡിമാൻഡ്. ഞങ്ങൾ ജാഥ പ്രഖ്യാപിച്ച് ഒരാഴ്ചക്കുള്ളിൽ ആ വനനിയമം പിൻവലിച്ചുകൊണ്ടുപോയി. അത് ആദ്യത്തെ വിജയമാണ് ജാഥയുടെ. ഇനി ഈ കാര്യങ്ങൾ നടപ്പിലാക്കിയെടുക്കുന്നതിന് വേണ്ടി പാർലമെന്റിലും അസംബ്ലിയിലും പുറത്തും ഞങ്ങൾ പോരാടുക തന്നെ ചെയ്യും. ആ ജനങ്ങളുമായി ഐക്യദാർഢ്യം പ്രകടിപ്പിച്ചു. എന്ന് അവർ പറഞ്ഞില്ല. അവരങ്ങനെ പറഞ്ഞില്ല. ഞാൻ ആ ഇന്റർവ്യൂ കണ്ട അവർ കേരളത്തിൽ നിന്നുള്ള എല്ലാ MP-മാരും 18 UDF MP-മാരും വന്യജീവി നിയമത്തിന് ആവശ്യമായ ഭേദഗതി വരുത്തണം എന്ന് ആവശ്യപ്പെടും. അത് ഞങ്ങളുടെ യോഗത്തിൽ പബ്ലിക് മീറ്റിംഗിൽ വന്ന് മലയോര സമര യാത്രയിൽ പങ്കെടുത്തുകൊണ്ട് പ്രിയങ്ക ഗാന്ധി പറഞ്ഞു. അതിലെന്താ തെറ്റെന്താ? അല്ല, ഞാൻ ചോദിക്കട്ടെ, അതൊക്കെ ഞങ്ങൾ പറഞ്ഞിട്ടുണ്ടല്ലോ, എല്ലാ കാര്യവും പറഞ്ഞല്ലോ. കേന്ദ്ര സഹായം വേണമെന്ന് പറഞ്ഞു. കേരളത്തിൽ നിന്ന് 1 രൂപ ചെലവാക്കിയ ഇവിടെ ഉണ്ടല്ലോ ഒരു ബഡ്ജറ്റും, ഇവിടെ ഉണ്ടല്ലോ ഒരു പ്ലാനും. നമ്മൾ മതിൽ കെട്ടും, ഫെൻസിങ് ഉണ്ടാക്കും, കിടങ്ങ് കുഴിക്കും, സേഫ് ഗാർഡ് ഉണ്ടാക്കും, സൗരോർജ്ജ വേലി ഉണ്ടാക്കും. കഴിഞ്ഞ 4 വർഷം ഒറ്റ പൈസ 1 രൂപ ഈ ഗവൺമെന്റ് മുടക്കിയിട്ടുണ്ടോ? എൻ്റെ ബജറ്റിൽ വെച്ച തുക, എൻ്റെ പ്ലാൻ ഫണ്ടിൽ വെച്ച തുകയൊക്കെ. എന്നിട്ടല്ലേ കേന്ദ്രത്തിൽ നിന്ന് കാശ് കിട്ടുന്നത്. കേന്ദ്രത്തിൽ നിന്ന് പൈസ കിട്ടുന്ന പിന്നെയല്ലേ. കേന്ദ്രത്തിൽ നിന്ന് പൈസ വേണം. ഇവിടെ ചെലവഴിച്ചിട്ടില്ലല്ലോ, ഇവിടെ തിരിഞ്ഞു നോക്കിയിട്ടില്ല.
അതുപോലെ 2016 വരെ ഈ ഏലത്തോട്ടങ്ങൾ റവന്യൂ ഭൂമിയാണെന്നും അവിടുത്തെ മരങ്ങൾ വനത്തിൻ്റെയാണ് എന്നായിരുന്നു തീരുമാനിച്ചിരുന്നത്. ഡ്യൂവൽ കൺട്രോൾ. അപ്പോൾ ഗവൺമെൻറ് എന്താ ചെയ്തത്? റവന്യൂ വകുപ്പ് പറഞ്ഞു അത് മുഴുവൻ വനഭൂമിയാണെന്ന്. ഏലത്തോട്ടെ വനം വകുപ്പും പറഞ്ഞു അത് വനഭൂമിയാണ്. ഇപ്പോൾ സുപ്രീം കോടതിയിൽ നിന്ന് സ്റ്റേ വന്നു. അവിടെ ഒരു നിർമ്മാണ പ്രവർത്തനവും പറ്റില്ല, ഒന്നും ചെയ്യാൻ പറ്റില്ല. അതിനിപ്പോൾ വനഭൂമിയായി പ്രഖ്യാപിച്ചാൽ അവിടെയുള്ളവരെ എവിടെ പോകും? അപ്പോൾ ഗവൺമെന്റിന്റെ നിലപാടുകളാണ് ഇക്കാര്യത്തിൽ. തീർച്ചയായിട്ടും പറയില്ല. അത് ഇതിൻ്റെ ഒരു ഭാഗമാണല്ലോ. ഇപ്പം തന്നെ ചീഫ് വൈൽഡ് ലൈഫ് വാർഡന് വെടിവെക്കാൻ ഉത്തരവ് കൊടുക്കാമല്ല. 1. 2, അത് താഴേക്ക് ഡെലിഗേറ്റ് ചെയ്യാനുള്ള പവേഴ്സ് ഈ നിയമത്തിൽ തന്നെ ഉണ്ടല്ലോ. അതുപോലെ കേരളത്തിൽ, തമിഴ്നാട്ടിൽ ചെയ്യുന്നത് പോലും കേരളത്തിൽ ചെയ്യുന്നില്ലല്ലോ. തമിഴ്നാട്ടിൽ പറഞ്ഞിട്ടുണ്ടല്ലോ ഇതിനെയൊക്കെ വെടിവെക്കാൻ. മനുഷ്യന് സെൽഫ് ഡിഫൻസ് വേണ്ടേ? നിങ്ങൾ പാർലമെന്റിലെ റെക്കോർഡ് എടുത്ത് നോക്കിക്കോ. നിരവധി പ്രാവശ്യം ഈ മിനിങ്ങാന്ന് കൂടി ഈ വന്യജീവി ആക്രമണം സംബന്ധിച്ച വിഷയം ആന്റോ ആന്റണി പാർലമെന്റിൽ ഉയർത്തിയിട്ടുണ്ട്. ഈ കഴിഞ്ഞ ദിവസം കേരളത്തിൽ നിന്നുള്ള എംപിമാർ അത് ഇവിടെ നിന്നിട്ട് ആരും അറിയണ്ട, കേൾക്കാഞ്ഞിട്ടാണ്. ഞാനിനി ഉദാഹരണം പറഞ്ഞുതരാം. കൊട്ടിയൂര് 2 സിസ്റ്റേഴ്സ് വന്നു. വനാതിർത്തിയിൽ നിന്ന് 15 കിലോമീറ്റർ അകലെയാണ് സ്കൂള് മുഴുവൻ വന്യമൃഗങ്ങളാണ്. ഇല്ലിത്തോടിൽ സ്കൂള് പൂട്ടാൻ പോകാമെന്ന് പറഞ്ഞു. സ്കൂള് കഴിയുമ്പോൾ പിള്ളേർ വന്ന് പുറത്തിറങ്ങി നിൽക്കുക വീട്ടിൽ പോകാൻ വേണ്ടി. വൈകുന്നേരം 4 മണിക്ക് റോഡിന്റെ അപ്പുറത്ത് ആനയാണ്, കാട്ടാനയാണ്. അതൊന്നും വനാതിർത്തിയിലല്ല, വനാതിർത്തി കടന്നും ഇങ്ങോട്ട് വരികയാണ്. വനാതിർത്തിക്കകത്ത് ആദിവാസികൾ ജീവിക്കുന്നില്ല, അവർക്ക് നിയമപരമായി അതിൻ്റെ അകത്ത് ജീവിക്കാൻ അവകാശമുണ്ടല്ലോ. വനാതിർത്തിക്കകത്താണോ ഈ ആക്രമണം നടന്ന് ഈ കടുവ കടിച്ചു വന്നത്? എവിടെയാണ് കടുവ? കാപ്പിക്കുരു പറിക്കാൻ പോയത്. കാപ്പിക്കുരു പറിക്കാൻ വനത്തിലല്ലല്ലോ പോയത്, പ്ലാന്റേഷനിലല്ലേ കാപ്പിക്കുരു പറിക്കാൻ പോയത് അല്ലേ? ആളുകളെ ചവിട്ടിക്കൊന്നത് വീടിന്റെ ഉമ്മറത്ത് പത്രം വായിച്ചുകൊണ്ടിരിക്കുന്ന ആളെയല്ലേ കാട്ടുപോത്ത് കുത്തിക്കൊന്നത്? കാട്ടുപോത്ത് കുത്തിക്കൊന്നതേ വീടിന്റെ വരാന്തയിൽ പത്രം വായിച്ചുകൊണ്ടിരിക്കുന്ന ആളെയല്ലേ? ഈ മന്ത്രി ഏത് കണക്ക് കണ്ടിട്ടാണ് ഇതൊക്കെ പറയുന്നത്? വനത്തിൽ നടന്ന 1-2 സംഭവം ഉണ്ടായിട്ട് ഇപ്പൊ നിലമ്പൂരിൽ നടന്നത് വനത്തിനകത്താണ്. അല്ല, ഇത് മുഴുവൻ നിയമം ലംഘിച്ച് നടത്തിയിരിക്കുന്നതാണ് കംപ്ലീറ്റ് ആയിട്ട്. കാരണം പോലീസിലെ സായുധ സേനാ വിഭാഗത്തിലെ ഇൻസ്പെക്ടർ റാങ്കിലേക്ക് കായിക താരങ്ങളെ നേരിട്ട് നിയമിക്കുന്ന ഗവൺമെന്റ് ഓർഡർ അത് ലംഘിച്ചു. 2, ബോഡി ബിൽഡിംഗ് സ്പോർട്സ് കോട്ട നിയമനത്തിന് അർഹമായ കായിക ഇനമായി ഇതുവരെ അംഗീകരിച്ചിട്ടില്ല. അംഗീകരിക്കപ്പെട്ട ഇനങ്ങളിലെ ആളുകൾ നിൽക്കുകയാണ്. നാഷണലൊക്കെ കളിച്ച ആളുകൾ, ഫുട്ബോളൊക്കെ അവർക്ക് കൊടുത്തിട്ടില്ല. പിന്നെ ഈ കായികശേഷി പരീക്ഷ പോലും ഒരു പോലീസിലേക്ക് ഒരാളെ നിയമിക്കുമ്പോൾ കായികശേഷി പരീക്ഷ പോലും നടത്തിയിട്ടില്ല. പാർട്ടിക്കാരാണ്. അവരുടെ ഫേസ്ബുക്ക് പേജിൽ മുഴുവൻ CPM നേതാക്കന്മാരുമായിട്ട് കെട്ടിപ്പിടിച്ചിരിക്കുന്ന പടമാണ് മുഴുവൻ. പാർട്ടിക്കാരെ എടുത്തങ്ങ് വെച്ചേക്കാണ് സർക്കിൾ ഇൻസ്പെക്ടർ ആക്കിയിട്ട്, എല്ലാ നിയമവും ലംഘിച്ചിട്ട്. എന്താ ആഭ്യന്തര വകുപ്പ് കൊടുത്ത നിയമിക്കാൻ പറ്റില്ല എന്നാണ് ആഭ്യന്തര വകുപ്പ് കൊടുത്ത റെക്കമെൻഡേഷൻ. അതിനെ ബൈപ്പാസ് ചെയ്ത് മന്ത്രിസഭാ യോഗം തീരുമാനമെടുത്തിരിക്കുക. എന്ത് തോന്നിയാസം ചെയ്യാന്ന സ്റ്റേറ്റിൽ അർഹതപ്പെട്ട ആളുകൾ പുറത്തു നിൽക്കുമ്പോഴാണ് ഇത് ചെയ്തുകൊണ്ടിരിക്കുന്നത്. നിയമപരമായിട്ടും പോവും, രാഷ്ട്രീയമായിട്ടും നമ്മൾ ആ വിഷയം ഉയർത്തും. ഞങ്ങൾ അവരെ അതിന്റെ അവരുടെ ലീഗൽ അഡ്വൈസറായിരുന്നു. ലീഗൽ അഡ്വൈസർക്കെതിരെ എങ്ങനെ കേസെടുക്കുന്നത് എനിക്ക് മനസ്സിലായില്ല. അത് കോൺഗ്രസ് ഉണ്ടെന്ന് കാണിക്കാൻ വേണ്ടിയായിരുന്നു. കോൺഗ്രസ് ഉണ്ടെന്ന് കാണിക്കാൻ വേണ്ടിയിട്ടായിരിക്കും ലാലി വിൻസെന്റിനെ എടുക്കുന്നത്. ലാലി വിൻസെന്റ് അവരുടെ ലീഗൽ അഡ്വൈസറാണ്. ഷീസ് എ ലോയർ, ഹൈക്കോടതിയിൽ പ്രാക്ടീസ് ചെയ്യുന്ന വക്കീലാണ്. അവരുടെ വക്കീലായിരിക്കും. വക്കീലിനെതിരെ കേസെടുക്കുമോ? അതൊന്നും എനിക്കറിയില്ല. അടുപ്പുണ്ടായി കാണും, ഇയാളായിട്ട് അടുപ്പുണ്ടായി കാണും, ഇയാൾ തട്ടിപ്പുകാരാണെന്ന് അറിഞ്ഞ അല്ല, അവർക്കറിയില്ലല്ലോ. ആരോപണം ഇപ്പോഴല്ലേ വന്നത്? അത് നോക്കുമല്ലോ, തീർച്ചയായിട്ടും പരിശോധിക്കുമല്ലോ. നമ്മൾ ആദ്യത്തെ ഒരു പ്രൈമാഫസി ഇൻഫർമേഷനാണ് ഞാൻ പറഞ്ഞത്. അവർ ലീഗൽ അഡ്വൈസർ ആയിരുന്നു എന്നാണ് നമ്മളത് പറഞ്ഞത്. ഈ തട്ടിപ്പ് ഇപ്പോഴല്ലേ ആളുകൾ അറിയണത്. ഇപ്പൊ എന്റെ നിയോജക മണ്ഡലത്തിൽ വരെ
തട്ടിപ്പ് നടന്നിട്ടുണ്ട്. തിരുവനന്തപുരം ജില്ലയിൽ നടന്നിട്ടുണ്ട്, കേരളം മുഴുവൻ നടന്നിട്ടുണ്ട്. എല്ലായിടത്തും ബോർഡ് വെച്ച് വിതരണം നടത്തുവാണ്. എന്റെയിലും കൊണ്ടുവന്ന ഒന്നാണ് ഒരു എഗ്രിമെന്റ് വെക്കണമെന്നും പറഞ്ഞുകൊണ്ട്. എന്റെ ഭാഗ്യത്തിന് എഗ്രിമെന്റ് വെച്ചില്ല. അവർ സമീപിച്ചിരുന്നു. അല്ല, NGO ഇത് പല സംഘടനകൾ സമീപിക്കല്ല, പല സംഘടനകൾ സമീപിക്കുമല്ലോ. ഇതിങ്ങനെ ഒന്ന് ചെയ്തു കൊടുക്കണം, അപ്പോൾ MLA മുൻകൈ എടുക്കണം, മണ്ഡലത്തിൽ ചെയ്യണം. എല്ലാ MLA മാരെയും അപ്രോച്ച് ചെയ്തിട്ടുണ്ട്, പല സ്ഥലത്തും പല MLA മാരെയും. അപ്പോൾ പകുതി വിലയ്ക്ക് സാധനം കിട്ടുമല്ലേ. ഈ പൈസ പകുതി അടയ്ക്കും, പകുതി CSR കിട്ടി ഇത് കൊടുക്കുമെന്ന് കുറേ സ്ഥലത്ത് കൊടുത്തിട്ടുണ്ട്. ആദ്യത്തെ റൗണ്ട് കൊടുക്കുമ്പോൾ വിശ്വാസ്യത കൂടും. അപ്പോഴല്ലേ രണ്ടാമത് ആളുകൾ പോകുന്നത്. എത്ര BJP നേതാക്കന്മാരുടെ പടം വെച്ചുകൊണ്ട് എന്തോരം ബോർഡായിരുന്നു എറണാകുളത്തൊക്കെ വെച്ചിരുന്നത്, ഇഷ്ടം പോലെ. അവരെ ആരെ പറ്റി അന്വേഷിക്കണമല്ലോ പോലീസിന്. അവരുടെയൊക്കെ ഫോട്ടോ വെച്ചുകൊണ്ടാണ് ചെയ്തിരുന്നത്. എന്ത് വൃത്തികേടും പോലീസിന് ചെയ്യാം എന്നുള്ളതിന് ഉദാഹരണം. എന്ത് വൃത്തികേടും പോലീസ് ചെയ്യും. കല്യാണത്തിന് പോയി തിരിച്ചു വരുന്ന ഒരു കുടുംബത്തിൽ സ്ത്രീകളുടെ ലാത്തിക്കടിച്ച് തോളലിന് പരിക്കേൽപ്പിക്കുക, കുഞ്ഞുങ്ങളെ എടുത്തുകൊണ്ട് നിൽക്കുന്ന സ്ത്രീകളെ അടിക്കാന്ന് വെച്ചാൽ പോലീസിന് ഭ്രാന്ത് പിടിച്ചു, ചങ്ങലയ്ക്ക് ഭ്രാന്ത് പിടിച്ചു. ശരിക്കും പറഞ്ഞാൽ എന്ത് അസംബന്ധമാണ് നടക്കുന്നത്. പോലീസിന്റെ തേർവാഴ്ചയല്ല നടക്കുന്നത്. നാട് മുഴുവൻ അക്രമങ്ങളാണ്, ഗുണ്ടകൾ മുഴുവൻ തെരുവിലിറങ്ങിയിരിക്കുകയാണ്, മയക്കുമരുന്ന് സംഘങ്ങളാണ്. ഒരു ഭീതിയോടുകൂടിയാണ് ആളുകൾ ഇപ്പോൾ കേരളത്തിൽ നടക്കുന്നത്. എവിടെ വെച്ച് ആര് വേണമെങ്കിലും ആക്രമിക്കപ്പെടാമെന്നുള്ള സ്ഥിതിയാണ്. ആയുധങ്ങളുമായിട്ട് നടക്കുകയാണ്. ഈ തിരുവനന്തപുരത്ത് തന്നെ എത്ര സംഭവം ഉണ്ടായി കഴിഞ്ഞ ആഴ്ച. കടകൾ കയറി ആക്രമിക്കുക, രാത്രി വന്ന് ക്രൂരമായി മർദ്ദിക്കുക, കടകൾ അടിച്ചു തകർക്കുക, ഗുണ്ടാ വിളയാട്ടമാണ്. മയക്കുമരുന്നിന്റെ ആസ്ഥാനമായി കേരളം മാറി. എവിടെ ഈ എക്സൈസും പോലീസും ഒക്കെ ബോധവൽക്കരണ പരിപാടിയെന്ന് പറയുന്നത്. ഒരു ബാനർ കെട്ടി ക്ലാസ് എടുത്തു കഴിഞ്ഞാൽ ആണ് ഈ MDMA ഇതൊക്കെ കഴിക്കുന്നതിനെതിരായിട്ടുള്ള ക്യാമ്പയിൻ നടക്കുന്നത്. ഇതിന്റെയൊക്കെ സോഴ്സ് പിടിക്കാൻ വേണ്ടിയിട്ടുള്ള ശ്രമം നടത്തണ്ടേ. സോഴ്സ് ഇത് എവിടെന്നാ വരണത്? എന്തുമാത്രം മയക്കുമരുന്നാ കേരളത്തിലേക്ക് വരുന്നത്? വീടുകളിൽ നടക്കുന്ന വയലൻസ് എന്താ? നിങ്ങൾ ക്രൈം എത്ര കൂടി? ക്രൈം കൂടുക മാത്രമല്ല, ക്രൈമിന്റെ സ്വഭാവം മാറി. നേച്ചർ കണ്ട് എത്ര ക്രൂരമായിട്ടുള്ള, പണ്ടൊന്നും ഇങ്ങനെ ഞാൻ കണ്ടിട്ടില്ല ഇതുപോലെ ഇത്രയും ക്രൂരമായിട്ട്. അപ്പൊ പറവൂര് തന്നെ 3 കുടുംബാംഗങ്ങളെ വെട്ടിക്കൊന്നു. ഒരു കൊച്ചിനെടുത്ത് കിണറ്റിലിട്ടു, വേറൊരുത്ത് തന്നെ സ്വന്തം ഉമ്മായെ വെട്ടിക്കൊന്നു. ഇല്ലേ? എത്ര കേസുകളാണ് ഈ കഴിഞ്ഞ ഈ ജനുവരിയിൽ മാത്രം ഈ കേരളത്തിൽ റിപ്പോർട്ട് ചെയ്ത ക്രൂരമായ കൊലപാതകങ്ങളും ആക്രമണങ്ങളും എത്രയാണ്? ഇതിങ്ങനെയാണ് കേരളം പോകാൻ പോകുന്നത്. ആർക്കും ഒരു നിയന്ത്രണമില്ലാതെ പോവാണ് കേരളം. സത്യത്തിൽ ആളുകൾ പറയാണ്, പേടിയാണ് പുറത്തേക്ക് ഇറങ്ങിയ, ഭീതിയാണ്. ആരാണ് ഇപ്പൊ പോലീസ് തന്നെ ഇവര് കല്യാണത്തിന് പോയ ആളുകൾ ആരെങ്കിലും വിചാരിക്കും പോലീസ് വന്ന് സ്ത്രീകളുടെ ഷോൾഡർ ബോൺ അടിച്ചു പിടിക്കുമെന്ന്. സ്ത്രീകളുടെ എനിക്കെന്ത് തലയ്ക്ക് ഭ്രാന്ത് പിടിച്ച കാക്കിയിട്ട് കഴിഞ്ഞാൽ എന്ത് വൃത്തികേടും ചെയ്യാന്നാണ്. അല്ല, പൂർണ്ണ ഇനി എന്ത് ലോ ആൻഡ് ഓർഡറാണ് കേരളത്തിൽ വേണ്ടത്? എന്ത് തോന്നിയ ദിവസവും ആർക്കും ചെയ്യാം. നൂറുകണക്കിന് ക്രിമിനലുകളാണ്, ഗുണ്ടകളാണ് തെരുവിലിറങ്ങിയിരിക്കുന്നത്. ഈ മയക്കുമരുന്നും ഉപയോഗിച്ച് അവർ തെരുവിലേക്ക് ഇറങ്ങാണ്. ഏത് സാധാരണക്കാരനെയും ഏത് പാവപ്പെട്ടവനെയും ഏത് മനുഷ്യരും, ആ സ്ത്രീയും പുരുഷനും ഇല്ലാതെ ആരും ആക്രമിക്കപ്പെടുന്ന സ്ഥിതിയാണ്. വീട്ടിൽ കിടന്നുറങ്ങാൻ പറ്റുമോ? ഇതിന്റെയും അവര് സ്വയം സ്തുതിഗീതങ്ങൾ പാടി നടക്കുമല്ലേ. രാജകൊട്ടാരത്തിലെ വിദൂഷകന്മാരുടെ റോളിലാണ് പാർട്ടിയിലെ ജില്ലാ സമ്മേളനങ്ങളിൽ ആളുകൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്. അത് എന്തെങ്കിലും പുതിയ പ്രമോഷൻ കിട്ടുമായിരിക്കും അവർക്ക് അങ്ങനെ പറഞ്ഞു. കാരണം മുഖ്യമന്ത്രി തന്നെ പോയിരിക്കുകയല്ലേ വിമർശനങ്ങളുടെ മുനയൊടിക്കാൻ വേണ്ടിയിട്ട്. ആരും വിമർശിക്കാതിരിക്കാൻ വേണ്ടി പുള്ളി തന്നെ ഫുൾ ടൈം പോയിരിക്കുകയല്ലേ. ഒരു നിയന്ത്രണവും ഇല്ലല്ലോ. പോലീസിനും എക്സൈസിനും ഒന്നും യാതൊരുവിധ നിയന്ത്രണവും ഇല്ല. ഞാൻ പറഞ്ഞില്ല, പോലീസ് പണ്ടും കൈകാര്യം ചെയ്യുന്ന മുഖ്യമന്ത്രിയുടെ ഓഫീസിലെ ഒരു ഉപജാപക സംഘമാണ്. മുഖ്യമന്ത്രിക്കൊന്നും ഒരു കാര്യമില്ല. അവര് വെച്ചിരിക്കുന്ന ഒരു സംഘമുണ്ട് സ്റ്റേറ്റ് ഒട്ടുക്ക്. അവരാണിത് മുഴുവൻ നിയന്ത്രിക്കുന്നത്. അവരുടെ നിയന്ത്രണത്തിലുള്ളൊരു സംഘമാണ്. എങ്ങോട്ട് പോയി ആർക്ക്, DGPക്കോ പോലീസിന്റെ തലപ്പത്തിരിക്കുന്നവർക്കോ ഒരു ജില്ലയിലെ പോലീസ് സംവിധാനം SP-ക്കോ ആർക്കെങ്കിലും നിയന്ത്രണം ഉണ്ടോ? ഹൈക്കോടതി പ്രൊട്ടക്ഷനുള്ള കേസായിരുന്നു കൂത്താട്ടുകളുടെ കേസ്.
DYSP ആണ് ഒരു കൗൺസിലറെ തട്ടിക്കൊണ്ടുപോകാൻ വേണ്ടിയിട്ട് വണ്ടി മാറ്റി കൊടുക്കുന്നത്. മുമ്പിൽ തട്ടിക്കൊണ്ടുപോകാൻ വേണ്ടിയിട്ട് ഒരു സ്ത്രീയെ സാരി വലിച്ചയച്ച് അവരെ ദേഹോപദ്രവം ചെയ്ത് വണ്ടിയിലേക്ക് വലിച്ചിട്ടിട്ട് ആ വണ്ടിയും കൊണ്ട് ഇവരെ തട്ടിക്കൊണ്ടുപോകാൻ പോയപ്പോൾ മുമ്പിൽ വന്ന ലോറി സൈഡിലേക്ക് മാറ്റി കൊടുക്കുന്നത് DYSP ആണ്. പോലീസ് പ്രൊട്ടക്ഷൻ നടപ്പാക്കാൻ കോടതി വിധിയുള്ള ആളാണ്. അയാൾക്കെതിരെ നടപടിയെടുത്തോ? എന്തും ചെയ്യാവുന്ന സ്ഥിതിയാണ്. ഞങ്ങൾ നേരത്തെ പറഞ്ഞതാണ് സംഭവിക്കാൻ പോകുന്ന കാര്യത്തെക്കുറിച്ച് നേരത്തെ ഞങ്ങൾ പറഞ്ഞതല്ല ഇതെല്ലാം. പദ്ധതി വിഹിതം വെട്ടിക്കുറയ്ക്കേണ്ടി വരും. കേരളം കടന്നുപോകുന്നത് രൂക്ഷമായ ധനപ്രതിസന്ധിയിലാണ്. പദ്ധതി ശരിക്കില്ല. ഇപ്പോൾ പഞ്ചായത്തുകൾക്ക് കൊടുക്കുന്ന പൈസ ഒന്നും കൊടുത്തിട്ടില്ല. കഴിഞ്ഞ വർഷം കൊടുത്തില്ല. കഴിഞ്ഞ വർഷം 2ാം ഗഡു കൊടുത്തിട്ട് ട്രഷറി ബാൻ വെച്ചു. 3ാം ഗഡു കൊടുത്തതിന്റെ തലേദിവസം ട്രഷറി പൂട്ടി. നിരവധി ഈ ന്യൂനപക്ഷ സ്കോളർഷിപ്പുകൾ വെട്ടിക്കുറച്ചു. മന്ത്രിയുടെ സ്റ്റേറ്റ്മെന്റ് ഉണ്ടില്ലേ, അത് അസംബന്ധമാണ് പറയുന്നതെന്ന്. വെട്ടിക്കുറച്ചത് എല്ലാവർക്കും അറിയാമല്ലോ. പിന്നെ എങ്ങനെ അസംബന്ധമാകുന്ന? പട്ടികജാതി പട്ടികവർഗ വിദ്യാർത്ഥികൾക്ക് ഗ്രാൻസ് കൊടുക്കുന്നില്ല. എന്താണ് ഈ സ്റ്റേറ്റിന്റെ പ്രയോറിറ്റി? മുൻഗണന എന്താണ്? പട്ടികജാതി പട്ടികവർഗ വിദ്യാർത്ഥികൾക്ക് സ്റ്റൈപ്പൻഡ് കൊടുക്കുന്നില്ല. അവരെങ്ങനെ പഠിക്കും? പലരും എങ്ങനെ പഠിക്കും? കുട്ടികൾ ഏതെങ്കിലും കാലത്ത് ഇങ്ങനെ കൊടുക്കാതിരുന്നിട്ടുണ്ടോ? എല്ലാം വെട്ടിച്ചെടുക്കുകയാണ്. പൈസ ഇല്ല, ഒരു നയാ പൈസ കയ്യിലില്ല. കേരളത്തെ തകർത്ത് തരിപ്പണമാക്കി. ഇപ്പൊ കിഫ്ബി വന്നപ്പോ ഞങ്ങൾ പറഞ്ഞല്ലേ, ഈ പുറത്തുനിന്ന് കടമെടുക്കാൻ പോയാൽ ഇത് തകർന്നു പോകും. അപ്പൊ തകർന്നില്ലേ കിഫ്ബി? ഇപ്പൊ കിഫ്ബിക്ക് വേണ്ടി ആളുകളിൽ ടോൾ എടുക്കാൻ പോവുക. നമ്മൾ കൊടുത്ത സെസ്സാണ്, നമ്മൾ പൈസ കൊടുത്തിട്ടാണ് ഈ പറഞ്ഞേക്കണത്. പെട്രോളിനും ഡീസലിനും നമ്മൾ കൊടുത്ത സെസ്, മോട്ടോർ വെഹിക്കിളിന് നമ്മൾ കൊടുത്ത ടാക്സ്, കൺസോളിഡേറ്റഡ് ഫണ്ടിൽ നിന്നാണ് പണം എടുത്തിട്ട് ഈ കുറച്ച് 1/3 പണം തിരിക്കുന്നത്. 85,000 കോടി രൂപയുടെ പ്രഖ്യാപിച്ചിട്ട് 32,000 രൂപയുടെയാണ് ഇതുവരെ എക്സ്പെൻഡിച്ചർ ആയിരിക്കുന്നത്. എന്നിട്ട് അതിന് നമ്മളെ നിന്ന് വീണ്ടും ടോൾ മേടിക്കാൻ പോവാണ്. അല്ല, അങ്ങനെ ടോൾ വന്നു കഴിഞ്ഞാൽ അടിച്ചു പൊളിക്കും ആളുകൾ. ടോള് കേരളത്തിൽ ടോളൊന്നും നടത്താൻ സമ്മതിക്കുന്നില്ല. കിഫ്ബി റോഡ് നിങ്ങളിത് ആളുകൾ അടിച്ചു പൊളിക്കും. കാരണം വെച്ചാൽ ഇത് ഒരു അഡീഷണൽ ഫണ്ട് ഉപയോഗിച്ചുകൊണ്ടൊന്നും ചെയ്തിരിക്കുന്നതല്ല. ഇത് PWD വർക്ക് അലോട്ട് ചെയ്യേണ്ട പൈസ എടുത്തിട്ട് കിഫ്ബി എന്ന് പറഞ്ഞ് കൊടുത്താണ്. അപ്പൊ PWDയുടെ വർക്ക് കിട്ടിയിട്ടില്ല. അത്രയും കുറവാണ് കിട്ടിയിരിക്കുന്ന PWD വർക്ക്. അതിന് മുൻ വർഷങ്ങളിൽ മനസ്സിലായില്ലേ, നമുക്ക് നികുതിയായിട്ട് പൈസ കിട്ടിയിരിക്കുന്നത് എടുത്തിട്ട് റോഡ് പണിതിട്ട് വീണ്ടും നമുക്ക് അതിന്റെ മീതെ ടോൾ മേടിക്കണം എന്ന് പറഞ്ഞാൽ എന്തൊരു മര്യാദകേടാ. മാത്രമല്ല, ഈ ഗവൺമെന്റ് തന്നെ നിയമസഭയിൽ ഉറപ്പ് വന്നിട്ടില്ലേ ടോൾ പിരിക്കില്ല എന്ന്. കിഫ്ബി ബാധ്യതയാവുമെന്ന് ഞങ്ങളല്ലേ പറഞ്ഞത്? ഞങ്ങൾ പറഞ്ഞില്ലേ കിഫ്ബി ബാധ്യതയാവും, സർക്കാരിന് ബാധ്യതയാവും, ബജറ്റിന് ബാധ്യതയാവും. ഈ കിഫ്ബിക്ക് വേണ്ടി എടുത്തിരിക്കുന്ന കടം മുഴുവൻ ഈ ബജറ്റിൽ നിന്ന് അടച്ചു തീർക്കേണ്ടി വരും. അത് ആർക്കാ അറിയാൻ പാടില്ലാത്തത്? തീർച്ചയായിട്ടും തീരദേശത്തെ പ്രശ്നങ്ങൾ കൂടി ഉയർത്തും. അത് UDF യോഗം അടുത്ത ദിവസം ചേരുന്നുണ്ട്. യാത്ര നേരത്തെ തീരുമാനിച്ചിട്ടുണ്ട് UDF. മലയോര ജാഥയും തീരദേശ ജാഥയും UDF തീരുമാനത്തിന്റെ ഭാഗമാണ്. അത് എന്നാണ് നടത്തേണ്ടത്? നിയമസഭാ സമ്മേളനവും മറ്റ് കാര്യങ്ങളുള്ളതുകൊണ്ട് അതിന്റെ ഡേറ്റും മറ്റു കാര്യങ്ങളും UDF യോഗത്തിൽ തീരുമാനിക്കും. തീർച്ചയായിട്ടും അതിനെതിരായിട്ടുള്ള ശക്തമായ പ്രക്ഷോഭം ഉണ്ടാവും കേരളത്തിൽ. അത് മത്സ്യസമ്പത്ത് നശിപ്പിക്കാനും മത്സ്യത്തൊഴിലാളികളെ വീണ്ടും സങ്കടക്കടലിലാക്കാനും വേണ്ടി മാത്രമേ അത് ഉപയോഗിക്കൂ. എനിക്കറിയില്ല, എനിക്കത് സംബന്ധിച്ചാണ്. അത് ഞങ്ങൾ KPCC പ്രസിഡന്റ്, എനിക്കറിയില്ല. സംഘടനാപരമായ കാര്യങ്ങൾ എനിക്കറിയില്ല. എന്താ അറിയാമെങ്കിൽ ഞാൻ പറഞ്ഞു. എനിക്കറിയില്ല, നിങ്ങൾ പറഞ്ഞപ്പോൾ ഞാൻ കേൾക്കും. ഒന്നാമത്തെ കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ കോൺഗ്രസിൽ ഞാനടക്കമുള്ള ഒരാളും മുഖ്യമന്ത്രി സ്ഥാനാർത്ഥിയല്ല.
ഒരാൾ, ഞാനടക്കമുള്ള ഒരാളും മുഖ്യമന്ത്രി സ്ഥാനാർത്ഥിയല്ല, ഒരാളുമല്ല. അതിന് കോൺഗ്രസിന് അതിൻ്റെതായ രീതിയുണ്ട്. പിന്നെ മുഖ്യമന്ത്രി എത്രയും തമാശ പറയരുത്. കാരണം 2006 നമുക്ക് ഓർമ്മയുണ്ട്, ആ VS അച്യുതാനന്ദന് സീറ്റ് കൊടുക്കാതിരിക്കാൻ ശ്രമിച്ച് അവസാനം VS അച്യുതാനന്ദൻ പോയി പോളിറ്റ് ബ്യൂറോയിൽ നിന്ന് സീറ്റും മേടിച്ചിട്ട് ഇവിടെ ലാൻഡ് ചെയ്ത് ഓർമ്മയുണ്ടല്ലോ. എന്നെ കൊണ്ട് അതൊന്നും പറയിപ്പിക്കരുത്. ലാൻഡ് ചെയ്ത് ഓർമ്മയുണ്ടല്ലോ VS അച്യുതാനന്ദൻ. എന്നിട്ട് അദ്ദേഹം മുഖ്യമന്ത്രിയായി. ആ 5 വർഷം നടന്നത് എന്താണെന്ന് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാമല്ലോ. അത് കഴിഞ്ഞ് 2011 വീണ്ടും അദ്ദേഹം മുഖ്യമന്ത്രിയാകുമെന്ന് തോന്നിയപ്പോൾ ഭരണം തന്നെ വേണ്ടെന്ന് തീരുമാനിച്ച ആളാണ് ശ്രീ പിണറായി വിജയൻ. അപ്പം ഞങ്ങളെ അധികം ക്ലാസ് എടുക്കാൻ പറ്റില്ല. പഴയ കഥയൊന്നും എന്നെ കൊണ്ട് പറയിപ്പിക്കരുത്. VS പിണറായി വിജയനും തമ്മിൽ നടന്നിരിക്കുന്നതൊന്നും അത് ഞങ്ങൾ തമ്മിലൊന്നും ഉണ്ടാവില്ല. അത് ആരും തെറ്റിദ്ധരിക്കൊന്നും വേണ്ട. ഞങ്ങളുടെ പാർട്ടിയിൽ ഇപ്പോൾ ഒരു മുഖ്യമന്ത്രി സ്ഥാനാർത്ഥിയില്ല. ഞങ്ങൾക്ക് ദേശീയ പാർട്ടിയാണ്. ആ ദേശീയ പാർട്ടി സമയത്ത് ആളെ തീരുമാനിക്കും. ഞങ്ങളിപ്പോൾ എല്ലാവരും കൂടി ഒറ്റക്കെട്ടായിട്ട് ഈ മുന്നണിയെ, ഞങ്ങളുടെ പാർട്ടിയെയും മുന്നണിയെയും കേരളത്തിലെ അധികാരത്തിൽ തിരിച്ചുകൊണ്ടിരിക്കും. അതിനു വേണ്ടിയിട്ടുള്ള ശ്രമങ്ങളിലാണ് ഞങ്ങൾ ഇടപെട്ടിരിക്കുന്നത്. അത് പുറത്ത് നിൽക്കുന്ന പാർട്ടിക്കും മുന്നണിക്കും പുറത്ത് നിൽക്കുന്ന ആർക്കും അതിനകത്ത് അഭിപ്രായ പ്രകടനവും നടത്തേണ്ട. കോൺഗ്രസിലെ മുഖ്യമന്ത്രി കോൺഗ്രസ് തീരുമാനിക്കും. കോൺഗ്രസിന്റെ ദേശീയ നേതൃത്വവും ഇവിടെ നിന്ന് ജയിച്ചു വരുന്ന MLA-മാരോടൊക്കെ തീരുമാനിക്കും. അത് ആ ഉചിതമായ സമയത്ത് ആ തീരുമാനമെടുക്കും. അതിനു മുമ്പ് ഒരു സ്ഥാനാർത്ഥിയില്ല, ഞാനുമില്ല, ഒരാളുമില്ല, ഞങ്ങളാരും പറഞ്ഞിട്ടുമില്ല. ഇത് പുറത്തു നിന്ന് CPM-ന്റെ ഒരു അജണ്ട നടപ്പാക്കാൻ വേണ്ടി കുറെ ആളുകൾ ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുക. അത് ഓരോരുത്തരും പറഞ്ഞതിന് മറുപടി വേണ്ട. മുഖ്യമന്ത്രി പറഞ്ഞാൽ ഞാൻ മറുപടി വേണ്ട. മുഖ്യമന്ത്രി അധികം തമാശ ഇക്കാര്യത്തെക്കുറിച്ച് പറയരുത്. അധികം തമാശ പറയുമ്പോൾ 2006 തമാശയും 2011 തമാശയും കൂടി ഞാനും തിരിച്ചു പറയും. ഓർമ്മയുണ്ടല്ലോ നിങ്ങൾക്ക് എല്ലാവർക്കും.